സത്യം പുറത്തു വരും എന്നാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. പക്ഷേ പൈസ എവിടെ നിന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഉത്തരമായിട്ടില്ല. സത്യം പുറത്തു വരും എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. 450-500 കോടി രൂപയോളം വന്ന സ്വന്തം അക്കൗണ്ടിൽ ഇപ്പോൾ 4 കോടി രൂപ മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും സ്ഥലം വാങ്ങി, വാഹനങ്ങൾ വാങ്ങി, 40 ലക്ഷം രൂപ ലാലി വിൻസെൻറ്റിനെ കൊടുത്തു. വക്കീൽ ഫീസ് ഇനത്തിൽ നിന്നാണ് ലാലി വിൻസെൻറ്റ് നമ്മളോട് പറഞ്ഞതും. അങ്ങനെ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പണങ്ങളൊക്കെ ഏത് ഫണ്ടിൽ നിന്ന് വരും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു CSR ഫണ്ടും അനന്തുവിന് ലഭിച്ചിരുന്നില്ല എന്ന് ആനന്ദകുമാറും പറയുന്നു. മാർക്കറ്റിംഗ് ഫണ്ട് എന്ന നിലയിലാണ് പണം സ്വരൂപിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് കോൺഫെഡറേഷന്റെ ചെയർമാനായ ആനന്ദകുമാർ പറയുന്നത്. ഇപ്പോൾ അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയേക്കും. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാൽ എവിടെയൊക്കെ തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം കേരളമുടനീളം അനന്തകൃഷ്ണൻ്റെ പേരിൽ പരാതികളുണ്ട്, കേസുകളുണ്ട്. 2000-ഓളം കേസുകളാണ് കണ്ണൂരിൽ മാത്രമുള്ളത്. ഓരോ ജില്ലയിലും കേസുകളുടെ എണ്ണം കൂടുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പരാതിക്കാരുടെ എണ്ണം കൂടുന്നു. ഈ കേസിൽ വലിയ തട്ടിപ്പ് നടത്തിയതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ഇനി പോലീസിനോട് വിശദീകരിക്കേണ്ടതുണ്ട്. സത്യം പുറത്തു വരും എന്നാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു ചെക്ക് കേസിൽ റിമാൻഡിലായിരുന്നു, ജയിലിലായിരുന്നു. അതിനുശേഷം പുറത്തു വന്നാണ് വീണ്ടും ഒരു വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയതും ആസൂത്രണം നടത്തിയതും. ഇപ്പോൾ അനന്തകൃഷ്ണനെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പുറത്തു വരട്ടെ എന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, സത്യം പുറത്തു വരും എന്നാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. ആത്മവിശ്വാസത്തിലാണോ അനന്തു? അരുൺകുമാർ, അല്പസമയം മുമ്പാണ് അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതിയിലേക്ക് എത്തിച്ചത്. ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് സത്യം പുറത്തുവരും, കേസ് നടക്കട്ടെ എന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും 5 ദിവസത്തേക്കുള്ള കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ജയിലിൽ കഴിയുകയായിരുന്നു. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് മൂവാറ്റുപുഴ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായി തന്നെ അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതിൽ പ്രധാനമായും ഈ സ്വത്ത് ഏതാണ്ട് 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ ഏതാണ്ട് 4 കോടിയോളം രൂപ മാത്രമാണ് ഇതുവരെ പോലീസിന് മരവിപ്പിക്കാൻ കഴിഞ്ഞത്. 4 കോടി രൂപയുടെ അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ ബാക്കി തുക എവിടെയൊക്കെ നിക്ഷേപിച്ചു, എവിടെയൊക്കെയാണ് ഭൂമി വാങ്ങിക്കൂട്ടിയത്, അതോടൊപ്പം തന്നെ മറ്റെവിടെയെങ്കിലും നിക്ഷേപമുണ്ടോ, വിദേശത്തേക്ക് കടത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന് മറ്റാരുടെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ, മറ്റാരെങ്കിലും ഇതിൻ്റെ തട്ടിപ്പിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളായി പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് അത്തരത്തിൽ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രത്യക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ അവരെയും കബളിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കേസുകൾ ഇയാൾക്കെതിരെ, നിരവധി പരാതികൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞത് ഏതാണ്ട് 1000 കോടി രൂപയിലധികം വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ തുക എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ഈ ട്രസ്റ്റിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ ഇയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്കും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഈ തട്ടിപ്പിലൂടെ കണ്ടെത്തിയ തുക വന്നിട്ടുണ്ട്. പക്ഷേ ആ തുക അതിനുശേഷം മറ്റ് അക്കൗണ്ടുകളിലേക്കോ മറ്റോ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. അതോടൊപ്പം തന്നെ ഇയാൾ ഈ ഇടുക്കി, അതോടൊപ്പം തന്നെ തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇയാൾ ഇത്തരത്തിൽ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ളാറ്റുകൾ, വാഹനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഒരു നിമിഷം അർജുൻ, നമുക്ക് അനന്തകൃഷ്ണന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. ഈ തട്ടിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്യുന്ന പ്രോജക്റ്റാണ് സത്യം പുറത്തുവരും, കേസ് അന്വേഷണം നടക്കും. കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ? ഉന്നതർക്ക് പങ്കുണ്ടോ? ഇതാണ് പ്രതികരണം നമ്മൾ കേട്ടത്. അർജുൻ, തുടരാം. ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. സന്നദ്ധ സംഘടനയെ കുറിച്ച് എന്തോ പറയാൻ ശ്രമിച്ചു അല്ലേ?
അരുൺകുമാർ, ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനമാണ്. എന്തായാലും ഇത്തരത്തിൽ കേസ് നടക്കട്ടെ എന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞത്. അതിൽ കൂടുതൽ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചോ മറ്റോ പ്രതികരിക്കാൻ അനന്തകൃഷ്ണൻ തയ്യാറായിട്ടല്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ വരാന്തയിൽ പോലീസുകാർക്കൊപ്പം ഇപ്പോൾ ഈ കോടതിക്കുള്ളിലേക്ക് കയറാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയാണ് അനന്തു കൃഷ്ണൻ. എന്തായാലും 11 മണിക്ക് തന്നെ കേസ് ഇത്തരത്തിൽ വിളിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ഇന്ന് തന്നെ പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 5 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നതാണ് പോലീസിന്റെ ആവശ്യം. 5 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചാൽ തന്നെ ഏറ്റവും പ്രധാനമായും നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ തട്ടിപ്പ് ഏത് തരത്തിലാണ് ആസൂത്രണം ചെയ്തത്, എപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം, ആർക്കൊക്കെ ഈ തട്ടിപ്പിൽ പങ്കുണ്ട്, ഇതിൽ ഉന്നത നേതാക്കൾക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടോ, ഈ പണം എങ്ങോട്ടേക്ക് മാറ്റി, മാത്രവുമല്ല പണം ഏതൊക്കെ തരത്തിൽ നിക്ഷേപങ്ങളാക്കി മറ്റും സൂക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിന്നും ചില നിർണായകമായ രേഖകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ രേഖകളിൽ ചില നിർണായക രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തട്ടിപ്പ് ഏതാണ്ട് 1000 കോടി രൂപയിലധികം വരും എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ കൂടുതൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇയാൾ 27 വയസ്സ് മാത്രം പ്രായമുള്ള അനന്തകൃഷ്ണൻ കഴിഞ്ഞ എത്ര വർഷം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പ് ആസൂത്രണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. മാത്രവുമല്ല, ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ഏത് തരത്തിലാണ് ഇയാൾ സ്വാധീനമുണ്ടാക്കിയത്, അവരുമായി ബന്ധമുണ്ടാക്കിയതിനെ അതിന് മറ്റ് ഏതെങ്കിലും ഇടനിലക്കാരുണ്ടോ, അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണത്തിന് വിഹിതം പറ്റാൻ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും വിഹിതം പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കണം.